ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. 24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിന് ലോക്കപ്പിൽ പോലീസിന്റെ ക്രൂരമർദ്ദനം. വ്യാജ പരാതിയിൽ പാതിരാത്രിയിൽ വീട് വളഞ്ഞ റൂബിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. 8 മണിക്കൂർ ലോക്കപ്പിൽ വിവസ്ത്രനാക്കി CI ആൻഡ്രിക് ഗോമിക്കിന്റെ നേതൃത്വത്തിൽ റൂബിൻ ലാലിനെ മർദ്ദിച്ചു. അല്പസമയം മുൻപ് റൂബിനെ കോടതിയിൽ ഹാജരാക്കി. മർദ്ദനം എന്നെ കഴുത്തി പിടിച്ച് ഞെക്കിയിരുന്നു. കുറെ നേരം കഴുത്തി പിടിച്ചു. ഇങ്ങനെ CI ആണ് ഉന്തിയത്. അതെ, അടിവസ്ത്രത്തിലാണ്. ഇത്രയും നേരം അടിവസ്ത്രത്തിലാണ്. ഷർട്ട് പോലും ഉണ്ടായിരുന്നില്ല. എന്നെ വീട്ടിൽ നിന്ന് കയറ്റി കൊണ്ടുവന്നത്. എന്നെ മർദ്ദിച്ചിരുന്നു. വീട്ടിൽ നിന്ന് അസഭ്യം പറഞ്ഞിരുന്നു. തന്നെ ഒരുപാട് അസഭ്യം പറഞ്ഞു. എന്നെ കഴുത്തിന് പിടിച്ച് ഞെക്കി കൊല്ലും എന്ന് പറഞ്ഞു. CI ആണ് കൊല്ലുന്ന് പറഞ്ഞേ. CI എന്നെ വെച്ചേക്കില്ല എന്ന് പറഞ്ഞേ. സിയുടെ നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. മുഖ്യമന്ത്രിക്കും DGPക്കും 24 ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായർ പരാതി നൽകി. എസ് ശ്രീകാന്ത് തൃശ്ശൂരിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. ശ്രീകാന്ത്, കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. കോടതി കേസ് എടുക്കുകയും ചെയ്തു. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? നിലവിലിപ്പോൾ റൂബിൻ ലാലിനെ ചാലക്കുടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുൻപാകെ ഹാജരാക്കിയിട്ടുണ്ട്. അല്പസമയം മുമ്പ് ഈ കേസ് പരിഗണനയ്ക്കെടുത്തു. പക്ഷേ അത് ഒരല്പം വിശദമായി കേൾക്കേണ്ടതുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി കോടതി മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. ഇന്നൊരു പക്ഷേ ഉച്ചയ്ക്ക് മുൻപ് തന്നെ കേസെടുക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അവസാനത്തെ കേസായിട്ട് വരാനാണ് സാധ്യത. എടുത്തപ്പോൾ തന്നെ PP പ്രോസിക്യൂഷൻ ഭാഗം ഈ ജാമ്യത്തെ എതിർക്കുകയാണ് ഉണ്ടായത്. പകരം പോലീസിന്റെ ഭാഗത്തു നിന്നും കസ്റ്റഡിക്കായുള്ള ഒരു നീക്കവും ഇപ്പോൾ നടക്കുന്നുണ്ട്. നിലവിൽ ജാമ്യത്തിന് വേണ്ടിയുള്ള ജാമ്യാപേക്ഷ നിലവിൽ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ്. ഇന്നലെ രാത്രിയിലാണ് ഈ റൂബിൻ ലാലിനെ വീട് കയറി CIയുടെ നേതൃത്വത്തിലുള്ള സംഘം, അതിരപ്പള്ളി CIയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. വീട്ടിൽ അറിയിച്ചില്ല, ഈ അറസ്റ്റ് മെമ്മോ നൽകിയില്ല, അഭിഭാഷകനുമായി സംസാരിക്കാൻ സാധിച്ചില്ല, കുടിക്കാൻ വെള്ളമില്ല, ഭക്ഷണമില്ല, അടിവസ്ത്രത്തിൽ മാത്രമാണ് ഇന്ന് രാവിലെ വരെയും ഈ റൂബിൻ ലാലിനെ നിർത്തിയിരുന്നത്. പിന്നീട് ബന്ധുക്കൾ കണ്ടപ്പോഴാണ് ഈ അടിവസ്ത്രത്തിൽ നിൽക്കുന്ന കാര്യം കണ്ടത്. അവിടെ വെച്ച് ലോക്കപ്പിലും പുറത്തും വെച്ച് മർദ്ദിച്ചു. തന്നെ കഴുത്തിൽ പിടിച്ച് ഞെക്കി. അതോടൊപ്പം അസഭ്യം പറഞ്ഞു. തന്നെ വച്ചേക്കില്ലെന്ന് CI ഭീഷണിപ്പെടുത്തി എന്ന കാര്യങ്ങളും ഈ റൂബിൻ ലാൽ പറയുന്നുണ്ട്. നിലവിലിപ്പോൾ വലിയ പ്രതിഷേധം അവിടെ നടക്കുകയും ചെയ്തു. വന്യജീവി സംഘർഷങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ പ്രതികാര നടപടിയാണ് നിലവിൽ റൂബിൻ ലാലിനെതിരെ ഉണ്ടായത് എന്നാണ് ആരോപിക്കപ്പെടുന്നത്. കിഫെ അടക്കമുള്ള സംഘടനകൾ അവിടെ എത്തി ഇക്കാര്യത്തിൽ തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു. അല്പസമയത്തിനകം അറിയാം ചാലക്കുടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്ന്. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി, അസഭ്യം പറഞ്ഞു, അതോടൊപ്പം കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. വിജയകുമാർ. ശ്രീകാന്ത്, തിരികെ വരാം. ഇപ്പോൾ ബാർ കോഴ വിവാദത്തിൽ മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം. അത് ചേരുക അദ്ദേഹത്തിന് ഹൈജാക്ക് പട്ടം ചേരുക അദ്ദേഹത്തിനാണ്. KPC പ്രസിഡന്റുമായും UDF കൺവീനറുമായി നടത്തിയ പത്രസമ്മേളനത്തിന്റെ ഘട്ടത്തിലൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ഹൈജാക്ക് ഇടപെടലുകൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിലേക്ക് കൂടുതൽ മറ്റൊന്നും പറയാനില്ല. നയവുമായി ബന്ധപ്പെട്ട് ടൂറിസം വകുപ്പിനെതിരെ ഈ വിധത്തിൽ ആക്ഷേപം വരുന്നതിന് സാധാരണ എക്സൈസ് വകുപ്പാണല്ലോ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അതെ, അതാണ് ചോദിക്കേണ്ടത്. ആ ചോദ്യം നിങ്ങൾ അവിടേക്കാണ് ചോദിക്കേണ്ടത്. മറ്റൊരു വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ എന്താണ് ഇങ്ങനെ കാര്യങ്ങൾ വരുന്നത് എന്നുള്ളതാണ് പ്രശ്നം. അതാണ് ഞാൻ പറഞ്ഞില്ല, എന്തുകൊണ്ട് എന്നെ ഇതിൽ വലിച്ചഴക്കുന്നു എന്നുള്ളത് കൃത്യമായൊരു അജണ്ട ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു. അപ്പോൾ അത് കാര്യങ്ങൾ വ്യക്തമാണ്. ഇന്നലെ ടൂറിസം കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ പറയാനുണ്ടെങ്കിലേ പറയുക. എല്ലാ ദിവസവും രാവിലെ ഇപ്പോൾ മറുപടി പറയാൻ വേണ്ടി പറ്റുമോ? ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാർ പറയുന്നു ഞങ്ങൾ മദ്യവുമായി ബന്ധപ്പെട്ട് ചർച്ച നടന്നിട്ടുണ്ട്. അത് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇന്നലെ KSU നടത്തിയ ചർച്ചയായിരിക്കും. അല്ലാതെ അദ്ദേഹം എങ്ങനെയാണ് പറയുന്നത്? അതൊക്കെ ഡയറക്ടർ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞല്ലോ. പിന്നെ ഞാനെന്ത് പറയാനാ? അല്ല, അത് ഡയറക്ടർ ഇതിനകത്ത് ഉണ്ടല്ലോ. ഡയറക്ടറും നിരവധി യോഗങ്ങൾ അങ്ങനെ നടത്താറുണ്ട്. അത് എല്ലാ യോഗങ്ങളും മന്ത്രിയോട് പറഞ്ഞിട്ടും അല്ല, മന്ത്രി പറഞ്ഞിട്ടും അല്ല. അത് ഡയറക്ടറേറ്റ് അധികാരമുണ്ട്. അതൊക്കെ ഡയറക്ടറേറ്റിന്റെ പ്രസ്താവനയിലുണ്ട്. ഇപ്പൊ ഞാനെന്ത് പറയാൻ, അതും ഡയറക്ടർ പ്രസ്താവനക്കകത്ത് പറഞ്ഞിട്ടുണ്ട്.
അല്ല സാർ, എന്തെങ്കിലും ഡിസ്കഷൻ നടന്നിരുന്നു ഈ ഡ്രൈ ഡേ പിൻവലിക്കുക? ഇതിപ്പോ എല്ലാ ദിവസവും ഞാൻ ഇപ്പോ പറയാൻ പറ്റുന്നില്ല. 2 ദിവസം മുമ്പ് പറഞ്ഞു തന്നെ. പിന്നെ ആര് മുഖ്യമന്ത്രിയാണ്, എല്ലാ വകുപ്പുകളിലും കൈയിട്ട് വാരുന്ന ഒരാളാണ്. അത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണോ ഭരണം നടത്തുന്നത് അതുപോലെയാണ് ഇടതുപക്ഷ സർക്കാർ എന്ന് കരുതിയതിന്റെ തെറ്റിദ്ധാരണയാണ്. എന്താണ് ഇടതുപക്ഷ സർക്കാർ, എന്താണ് ഇടതുപക്ഷം, എന്താണ് CPIM എന്നൊക്കെ അദ്ദേഹം ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഓക്കെ, അത്രയല്ലേ ഉള്ളൂ. ഞാനിപ്പോ ഇത് പോവാലല്ലേ നിങ്ങളോട് ചോദിച്ചത്. ഞാനിപ്പോ ഇത് പറയാൻ തന്നെ കാരണം ഇനിയിപ്പോ പറയാതെ ഓടിപ്പോയി എന്നൊന്നും പറയുന്നുള്ളതുകൊണ്ട് നേരത്തെ പറഞ്ഞാണ്. ബാർക്കോഴ വിവാദത്തിൽ ആരോപണത്തിലേക്ക് തന്നെ എന്തിനാണ് വലിച്ചിഴയ്ക്കുന്നത് എന്നാണ് മന്ത്രി PM മുഹമ്മദ് റിയാസ് ചോദിക്കുന്നത്. മറ്റൊരു വകുപ്പുമായി ബന്ധപ്പെട്ട വിഷയമാണ്. എന്തിന് തന്നെ വലിച്ചിഴയ്ക്കുന്നു, അതിൽ ഗൂഢാലോചനയുണ്ട്, അജണ്ടയുണ്ട് എന്നാണ് PM മുഹമ്മദ് റിയാസ് ആരോപിക്കുന്നത്. ഇന്നും പ്രതിപക്ഷ നേതാവ് ചില ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് മന്ത്രിയുടെ ഈ പ്രതികരണം. നമ്മൾ വീണ്ടും ശ്രീകാന്തിലേക്ക് പോവുകയാണ്. ശ്രീകാന്ത്, ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതിരപ്പള്ളി വാഴച്ചാൽ മേഖലയിൽ വനം വകുപ്പ് നടത്തുന്ന ജനവിരുദ്ധ നടപടികൾ തുറന്നു കാണിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകനെ, ഒരു പ്രാദേശിക മാധ്യമപ്രവർത്തകനെ ഒരു കള്ളക്കേസുണ്ടാക്കി ബോധപൂർവം വനം വകുപ്പ് കുടുക്കുന്നു. പോലീസ് അതിന് ഒത്താശ ചെയ്യുന്നു. വനം വകുപ്പ് ആവശ്യപ്പെട്ടതുപോലെ പോലീസ് അയാളെ അതിഭീകരമായി അതിക്രൂരമായി ലോക്കപ്പിൽ മർദ്ദിക്കുന്നു. അങ്ങനെ ഇവിടെ വനം വകുപ്പ് പകപോക്കുകയാണ് എന്ന കർഷക സംഘടനകളുടെ ഒക്കെ പ്രതികരണം ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. അതൊക്കെ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. കാരണം ആ മേഖലയിലെ വനം വകുപ്പിൻ്റെ അനാസ്ഥ നിരവധി റിപ്പോർട്ടുകളായി നമ്മൾ നൽകിയിട്ടുള്ളതാണ്. അതൊക്കെ ഈ ഘട്ടത്തിൽ വനം വകുപ്പ് ഒരു പ്രതികാര ബുദ്ധി എന്ന മട്ടിൽ ഉപയോഗിക്കുന്നു എന്ന വിമർശനവും ഉയരുന്നുണ്ടല്ലോ, അല്ലേ? വിജയകുമാർ, നിലവിലിപ്പോൾ കോടതിയിൽ കേസെടുത്തപ്പോൾ പോലീസ് ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, ഇദ്ദേഹത്തിനെതിരെ മുൻപും സമാനമായ രീതിയിൽ ഒരു കേസുണ്ട്. കൃത്യനിർവഹണം, വനംവകുപ്പിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നൊരു കേസുണ്ട് എന്നുള്ളതാണ് പോലീസ് ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ ഇത് നേരത്തെ ഈ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ വെച്ച് നമ്മൾ നിൽക്കുമ്പോഴും ഇത്തരത്തിലൊരു കഥ പോലീസ് പറയുന്നുണ്ടായിരുന്നു. പിന്നെ അതിനെക്കുറിച്ച് അന്വേഷിച്ചു. അപ്പോഴാണ് മനസ്സിലായത് ആ മേഖലയിലെ ഒട്ടുമിക്ക സംഘടനാ പ്രവർത്തകർക്കെതിരെയും കർഷകർക്കെതിരെയും അവിടെ ഈ വനംവകുപ്പിന്റെ വീഴ്ചകൾക്കെതിരെ പ്രതിഷേധിക്കുന്ന എല്ലാവർക്കെതിരെയും ഇത്തരത്തിൽ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നുള്ള ഒരു കേസോ അല്ലെങ്കിൽ വനത്തിൽ അതിക്രമിച്ച് കയറി എന്നൊരു കേസോ എടുത്ത് പരമാവധി ഉപദ്രവിക്കാൻ ഈ വനം വകുപ്പ് ശ്രമിക്കാറുണ്ട് എന്നുള്ളതാണ് നമുക്കവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അത് ഈ ഒരു റൂബിൻ ലാലല്ല, അത്തരത്തിൽ ഇരകളാക്കപ്പെട്ട, ആ വാക്ക് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്, വനം വകുപ്പിന്റെ കൊടും ക്രൂരതയ്ക്ക് ഇരകളാക്കപ്പെട്ട നിരവധി പേരാണ് ഈ അതിരപ്പള്ളി മേഖലയിൽ ഇത്തരത്തിൽ ഉള്ളത്. 2 വകുപ്പുകൾ തരാതരം പോലെ എടുത്തു വെച്ചിരിക്കുകയാണ്. ഒന്നുകിൽ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞ് ഒരു കേസെടുക്കും, അല്ലെങ്കിൽ വനത്തിൽ അതിക്രമിച്ച് കയറി എന്ന് പറഞ്ഞൊരു കേസെടുക്കും. വനത്തിന്റെ തൊട്ടടുത്താണ് താമസിക്കുന്നത് എന്നതിനാൽ തന്നെ വളരെ സുഖമായി വനം വകുപ്പിന് ഇത് ചെയ്യാനും സാധിക്കും. ഈ ഒരു നടപടിയാണ് തങ്ങളെ എതിർക്കുന്നവർക്കെതിരെ വനം വകുപ്പ് ചുമത്തുന്നത്. അവിടുത്തെ ഒട്ടുമിക്ക സംഘടനാ പ്രവർത്തകരും ഇതിന്റെ ഇരകളാണ്, കേസ് പറയുന്നവരാണ്. അത് വലിയ പുതുമയോടെ എന്തോ വലിയ സാധനം പോലെ ഉയർത്തിക്കാട്ടുകയാണ് ഇവിടെ വനം വകുപ്പും പോലീസും. ഈ നേരത്തെ ദേവികുളത്തും സമാനമായ രീതിയിൽ ഒരു ചെറുപ്പക്കാരനെതിരെ കള്ളക്കേസ് എടുത്ത് ഏറ്റവും ഒടുവിൽ അത് കള്ളക്കേസെന്ന് തെളിഞ്ഞ് വെറുതെ വിട്ട സംഭവവും ഉണ്ട് ഈ വനം വകുപ്പിനെതിരെ. ഇത്രയധികം രൂക്ഷ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു വകുപ്പ് അത് ഈ കേരള സംസ്ഥാനത്ത് ഈ അടുത്തെങ്കിലും തന്നെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നില്ല. ആ വകുപ്പാണ് പറയുന്നത് മുൻപും ഇതുപോലെ ചില പ്രശ്നങ്ങളുണ്ട്, കേസുകളുണ്ട് എന്നുള്ളത്. എന്തായാലും കോടതിയാണ് ഇക്കാര്യങ്ങളെല്ലാം തീരുമാനമെടുക്കേണ്ടത്. അല്പസമയത്തിനകം ഈ കോടതിയിൽ ഈ കേസ് എടുക്കും. മാത്രമല്ല പോലീസ് ഇന്നലെ രാത്രി നടത്തിയ ഈ അറസ്റ്റും അതോടൊപ്പം തന്നെയുള്ള തുടർ നടപടികളും ലോക്കപ്പ് മർദ്ദനവും അടക്കം കോടതി മുൻപാകെ അവതരിപ്പിക്കാൻ നിലവിൽ അവസരവും കിട്ടിയിട്ടുണ്ട്. യെസ്, റൂബിൻ ലാലിനെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. കേസ് കോടതി എടുത്തതിന് ശേഷം മാറ്റിവെച്ചിരിക്കുകയാണ്, വിശദമായി പരിഗണിക്കേണ്ടതുള്ളതുകൊണ്ട്. റൂബിൻ ലാൽ അവിടെ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയ്ക്കെതിരെയും അവരുടെ കർഷക വിരുദ്ധ സമീപനങ്ങൾക്കെതിരെയും ഒക്കെ രംഗത്ത് വരുന്ന ഒരാൾ കൂടിയാണ്. അതിന് ഒരു അവസരമുണ്ടാക്കി വനം വകുപ്പ് പ്രതികാരം ചെയ്യുന്നുവെന്ന ആരോപണം കർഷക സംഘടനകൾ ഉന്നയിക്കുന്നുണ്ട്. പോലീസ് അതിന് വനം വകുപ്പിന് വേണ്ട ഒത്താശ ചെയ്യുന്നു. ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന, കർഷകർക്കൊപ്പം നിൽക്കുന്ന ഒരു മാധ്യമപ്രവർത്തകനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു, ലോക്കപ്പിൽ മർദ്ദിക്കുന്നു എന്ന ആരോപണവും ശക്തമാണ്. ഏതായാലും കോടതിയിൽ ഈ വിഷയങ്ങൾ അല്പസമയത്തിനകം ഉന്നയിക്കുകയും ചെയ്യും.
24 അതിരപ്പള്ളി ലേഖകൻ റൂബിൻ ലാലിനെ അറസ്റ്റ് ചെയ്തതിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. ആഭ്യന്തര വകുപ്പിനെ രൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തി. ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘമെന്ന് പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. ദൃശ്യമാധ്യമ പ്രവർത്തകനെ, പ്രാദേശിക പ്രവർത്തകനെ രാത്രി അതിക്രമിച്ച് കാട്ടിൽ കടന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയി അടിവസ്ത്രത്തിൽ നിൽക്കുകയാണ്. കാരണം പരാതി പറയാൻ പാടില്ല. ഇതാണ് നടക്കുന്നത്. ഞങ്ങൾ ഉന്നയിച്ച ആരോപണം എന്താ? ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉപജാപക സംഘമാണ്. SP നിയന്ത്രിക്കുന്നത് CPM ജില്ലാ കമ്മിറ്റിയാണ്. ഏരിയ കമ്മിറ്റിയെ നിയന്ത്രിക്കുന്നത് SHOയെ നിയന്ത്രിക്കുന്നത് ഏരിയ കമ്മിറ്റി നേതാക്കന്മാരാണ്. റൂബിൻ ലാലിനെതിരായ പോലീസ് നടപടി നികൃഷ്ടമെന്ന് മുൻ ആഭ്യന്തരമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കുറ്റപ്പെടുത്തി. ഇവിടെ 24-ന്റെ മാധ്യമപ്രവർത്തകൻ റൂബിൻ, അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്ന് മാത്രമല്ല ഒരു നികൃഷ്ടമായ രൂപത്തിൽ കൈകാര്യം ചെയ്തു എന്നുള്ള പ്രധാനപ്പെട്ട പ്രശ്നം. വിവസ്ത്രനെ ഈ ലോക്കപ്പിലടച്ചു, എന്നിട്ട് ക്രൂരമായി മർദ്ദിച്ചു. മാധ്യമപ്രവർത്തകരുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നാട്ടിലൊട്ടാകെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് ഇവിടെ കേരളത്തിൽ അവരുടെ അധികാര പരിധിയിൽ ഇതുപോലുള്ള കാടൻ സമീപനമെടുക്കുന്നത്. ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. വളരെ തെറ്റായിപ്പോയി. മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഭരണഘടനാ അധിഷ്ഠിതമായി കിട്ടിയിട്ടുള്ളതാണ്. റൂബിൻ ലാലിന്റെ അറസ്റ്റ് ഫാസിസ്റ്റ് നടപടിയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ വിമർശിച്ചു. യഥാർത്ഥത്തിൽ ഫാസിസം നടക്കുന്നത് കേരളത്തിലാണെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ വിമർശിച്ചു. ജനാധിപത്യമൊക്കെ പൂത്തുലയല്ലേ ഇവിടെ, പത്രസ്വാതന്ത്ര്യമൊക്കെ. അതുകൊണ്ട് ഇതാണ് കേരളത്തിൻ്റെ യഥാർത്ഥ മുഖം. പറയുന്നത് അവിടെ ഫാസിസം, ഇവിടെ ഫാസിസം എന്നൊക്കെ പറയും. ഇവിടെയാണ് യഥാർത്ഥത്തിൽ ഫാസിസം ഗവൺമെന്റ് നടപ്പാക്കുന്നത്. അതിരപ്പള്ളിയിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ തുറന്നു കാട്ടിയതിലുള്ള പ്രതികാരമാണ് അറസ്റ്റെന്ന് കർഷക സംഘടന കിഫ പ്രതികരിച്ചു. ഫോറസ്റ്റുകാരുടെ ഇത്തരം പ്രശ്നങ്ങൾ നിരന്തരം മീഡിയയിൽ കൂടെ പുറത്തു വരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരു സുഹൃത്താണ് ലാലിനെ പോലെ ഒരു ഇടപെട്ടുകൊണ്ട് 2021 12 പേര് മരിച്ചിട്ട് പിന്നീട് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്തത് ഇത്തരം പ്രവർത്തകർ ഓടി നടന്ന് പ്രവർത്തിക്കുന്നുകൊണ്ടാണ്. ഈ പാവപ്പെട്ട റൂബിലാലിന് എന്ത് നിയമലംഘനമാണ് അദ്ദേഹം നടത്തിയത്? ഞങ്ങൾക്കറിയണം. ജാമ്യമില്ലാത്ത വകുപ്പ്. ഏത് ആനേനെയാണ് വെടിവെച്ചത് അദ്ദേഹം? ഏത് മൃഗത്തെയാണ് ഉപദ്രവിച്ചത്? ഫോട്ടോ എടുത്തുന്നോ? ഫോട്ടോ എടുക്കാൻ മാധ്യമപ്രവർത്തകർ ഫോട്ടോ എടുത്തില്ലെങ്കിൽ ഇവിടുത്തെ ഏത് കാര്യങ്ങളാണ് ജനസമക്ഷത്തിൽ കൊണ്ടുവരാൻ പറ്റുക? ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള മീഡിയകളല്ലേ ഇത്തരം കാര്യങ്ങൾ പുറത്തു വരുന്നത്. അത്തരം ഉദ്യോഗസ്ഥന്മാരെ ആദ്യം കൊരക്കിന് പിടിച്ചാൽ പിന്നെ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരിവിടെ എന്ത് നിലനിൽപ്പാണുള്ളത്? വളരെ ദയനീയമായ സ്ഥിതിയിലാണ് റൂബിൻ ലാൽ. എൻ്റെ ചങ്ങാതി റൂബിൻ ലാൽ അവിടെ നിൽക്കുന്നത് കണ്ടത്. അടിവസ്ത്രത്തിൽ അവൻ വിലപിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അവനെ കഴുത്തിന് കയറി പിടിച്ചുകൊണ്ടാണ് ജീപ്പിലേക്ക് ഈ CI എന്ന് പറയുന്ന ഈ മനുഷ്യൻ, ഇയാൾ പോലീസൊന്നല്ല, അയാൾ പിടിച്ച് കയറ്റിയത്. അവിടെ നിന്നൊട്ട് ക്രൂരമായ മർദ്ദനം. ഒരു മനുഷ്യനെ അപമാനിക്കാവുന്ന രീതിയിൽ ഒരു വനിതാ പോലീസുകാരി ഉള്ള ഇതിന്റെ ഉള്ളിലാണ് അടിവസ്ത്രത്തിലിട്ട് റൂബിൻ ലാലിനെ ഇതുപോലെ മാനസികമായ പീഡനമാണ് ഈ പോലീസ് സ്റ്റേഷനിൽ റൂബിൻ ലാൽ ഏറ്റത്. കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ, കരഞ്ഞുകൊണ്ട്. ആരുമില്ലാതിരുന്ന സാഹചര്യത്തിൽ ഞാനും അവന്റെ സഹോദരൻ ഇന്നലെ വന്നില്ലായിരുന്നെങ്കിൽ ഇതിനേക്കാൾ ഏറെ മർദ്ദനം അവനേക്കുമായിരുന്നു എന്ന് മാത്രമാണ് പറയാനുള്ളത്. വാർത്താമഴ തുടരുന്നു. പെരിയാറിൽ മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയതിൽ മലിനീകരണ നിയന്ത്രണ ബോർഡിന് വീഴ്ച സംഭവിച്ചെന്ന് ഫോർട്ട് കൊച്ചി സബ് കളക്ടറുടെ അന്വേഷണ റിപ്പോർട്ട്. വ്യവസായ സ്ഥാപനങ്ങളെ നിരീക്ഷിക്കാൻ സംവിധാനം അപര്യാപ്തമാണെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ട് ചീഫ് സെക്രട്ടറിക്ക് കൈമാറി. പെരിയാറിനുണ്ടായ പാരിസ്ഥിതിക തിരിച്ചടി വിശദമായി പരിശോധിക്കണമെന്നും മത്സ്യ കർഷകർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും സബ് കളക്ടറുടെ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. അതേസമയം പുഴയിൽ രാസമാലിന്യം കലർന്നിട്ടില്ല എന്ന് ആവർത്തിക്കുകയാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഇപ്പോഴും. അതെന്ന് വെച്ചാൽ അവർ ഇവിടുന്ന് കുറെ കേബിൾ ബ്രേക്കേജ് ഉണ്ട്, അതെല്ലാം നോക്കാനായിട്ടുള്ള സമയം എടുക്കും എന്നുള്ള രീതിയിലാണ് അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളുടെ അനാലിസിസ് റിപ്പോർട്ട് പ്രകാരം ഒന്നും കാണുന്നില്ല, രാസമാലിന്യങ്ങളുടെ പ്രസൻസ് ഉള്ളതായിട്ടൊന്നും കാണുന്നില്ല ഇതുവരെ. അങ്ങനെ ഒരു ഇൻഡസ്ട്രിയൽ എഫ്ലുവന്റിന്റെ പ്രസൻസ് ഉള്ളതായിട്ട് കാണുന്നില്ല. റീസൺ നമുക്ക് അറിയില്ല. ഇപ്പോൾ കുഫോസിന്റെ കൂടെ റിപ്പോർട്ട്, നമ്മൾ കുഫോസിനും ഫിഷ് സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കുഫോസിന്റെ റിപ്പോർട്ട് കൂടെ വന്നതിന് ശേഷം നമുക്കൊരു കൺക്ലൂഷൻ പറയാൻ പറ്റുള്ളൂ. എബിൻ ജോസ് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. എബിൻ, മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഭാഗത്തുണ്ടായ വീഴ്ച, അല്ലെങ്കിൽ അവർ ചെയ്യേണ്ട ജോലി അവർ ചെയ്യാതിരുന്നത് കൊണ്ടുണ്ടായ അതിഗുരുതരമായ പ്രതിസന്ധി, അതെടുത്തു പറയുന്നതല്ലേ സബ് കളക്ടർ ചീഫ് സെക്രട്ടറിക്ക് നൽകിയ റിപ്പോർട്ട്? വിജയകുമാർ, തീർച്ചയായും ആ രീതിയിൽ തന്നെയാണ് സബ് കളക്ടറുടെ റിപ്പോർട്ടിൽ പരാമർശങ്ങളുള്ളത്. അതായത് നേരത്തെ കുഫോസിന്റെ പരിശോധനയിൽ കൃത്യമായി ഈ രാസമാലിന്യങ്ങൾ കലർന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു.
എന്നാൽ പരിസ്ഥിതി മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പരിശോധനയിൽ അത്തരത്തിൽ രാസമാലിന്യങ്ങൾ കലർന്നിട്ടില്ല എന്നുമായിരുന്നു റിപ്പോർട്ടുള്ളത്. എന്നാൽ സബ് കളക്ടർ നൽകിയ റിപ്പോർട്ടിൽ കൃത്യമായി ഇത് പറയുന്നുണ്ട്. ഈ കാര്യത്തിൽ ഈ മലിനീകരണ നിയന്ത്രണ ബോർഡിലെ ഉദ്യോഗസ്ഥർക്ക് ഗുരുതരമായ വീഴ്ചയുണ്ടായി. പ്രത്യേകിച്ച് വ്യവസായ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥലത്ത് കൃത്യമായ നിരീക്ഷണ സംവിധാനങ്ങളില്ല എന്നും അതോടൊപ്പം തന്നെ കൃത്യമായ നിരീക്ഷണ സംവിധാനങ്ങൾ ഇനി ഏർപ്പെടുത്തണമെന്നുമുള്ളതാണ് സബ് കളക്ടർ ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അതിൽ മത്സ്യത്തൊഴിലാളികളെയും മത്സ്യകർഷകരെയും എല്ലാം ഉൾപ്പെടുത്തി വേണം ഈ ഇതുപോലെയുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ. അതോടൊപ്പം തന്നെ പാരിസ്ഥിതികമായി ആഘാതം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതിൽ വിദഗ്ധമായ പരിശോധന നടത്തണമെന്നും ഇപ്പോൾ സബ് കളക്ടർ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേസമയം നേരത്തെയുള്ള പരിശോധനാ ഫലത്തിൽ, അതായത് രാസമാലിന്യങ്ങൾ കലർന്നിട്ടില്ല എന്നതായിരുന്നു മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേരത്തെയുള്ള ആദ്യത്തെ പ്രാഥമികമായ റിപ്പോർട്ട് വന്നത്. അതിൽ തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. അതായത് വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നുള്ള രാസമാലിന്യങ്ങൾ കലർന്നിട്ടില്ല എന്നതാണ് ഇപ്പോൾ പുതുതായി ചാർജ് ഏറ്റെടുത്ത എൻവയോൺമെന്റൽ എഞ്ചിനീയർ ഇന്ന് വ്യക്തമാക്കിയത്. ഇനി വിദഗ്ധമായി കുഫോസിന്റെ വിദഗ്ധ പരിശോധനാ ഫലം വരുമ്പോൾ ആ രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഏതായാലും പ്രതിഷേധങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്. കാരണം ഇന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ എൻവയോൺമെന്റൽ എഞ്ചിനീയറെ ഉപരോധിച്ചുകൊണ്ട് പ്രതിഷേധം നടത്തിയിരുന്നു. അവർ ഉന്നയിച്ച പ്രധാന കാര്യങ്ങൾ, ഇവിടെ 9 നിരീക്ഷണ ക്യാമറകൾ ഈ പെരിയാറിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. പക്ഷേ ഇതിൽ പകുതിയിലധികം പ്രവർത്തിക്കുന്നില്ല. ഇത് പ്രവർത്തിക്കാനുള്ള സംവിധാനങ്ങൾ അടിയന്തരമായി ഏർപ്പെടുത്തണമെന്നായിരുന്നു ആവശ്യം. അതിനുള്ള സംവിധാനങ്ങൾ ഇന്ന് തന്നെ ഏർപ്പെടുത്താമെന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് അവർ ഇവിടെ നിന്ന് പിരിഞ്ഞുപോയത്. ഏതായാലും സബ് കളക്ടറുടെ റിപ്പോർട്ടിൽ മലിനീകരണ നിയന്ത്രണ ബോർഡിന് ഗുരുതരമായ വീഴ്ചയുണ്ടായി എന്ന് പരാമർശമുണ്ട്. ഇനി എടുക്കേണ്ട നടപടികൾ പുഴയിൽ രാസമാലിന്യം കലർന്നിട്ടില്ല എന്ന് ഇപ്പോഴും അങ്ങനെ ഒരു നിലപാടിൽ തന്നെയാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല എന്ന വിവരങ്ങളാണ് സബ് കളക്ടറുടെ റിപ്പോർട്ടിലുള്ളത്. ചീഫ് സെക്രട്ടറിക്ക് ആ റിപ്പോർട്ട് കൈമാറുകയും ചെയ്തു. എബിൻ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ട്, നമ്മൾ ഒരിക്കൽ കൂടി ചാലക്കുടിയിലേക്ക് പോകുന്നു. റൂബിൻ ലാലിനെ റിമാൻഡ് ചെയ്തു എന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത്. ജാമ്യാപേക്ഷ നാളെ കോടതി പരിഗണനയ്ക്കെടുക്കുമേ. ശ്രീകാന്ത് ആണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീകാന്ത്, കോടതി നടപടികളുടെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? മുമ്പാണ് ചാലക്കുടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഈ ജാമ്യാപേക്ഷ പരിഗണിച്ചത്. ജാമ്യാപേക്ഷയിൽ ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുണ്ട് റൂബിൻ ലാലിനെ. 7/6 വരെയാണ് റിമാൻഡ് ചെയ്തത്. പക്ഷേ നാളെ തന്നെ റൂബിൻ ലാലിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ കോടതി തീരുമാനിച്ചിട്ടുണ്ട്. 7/6 വരെ, ജൂൺ മാസം 7-ാം തീയതി വരെ റിമാൻഡിൽ ആണ് ഇപ്പോൾ വിട്ടിരിക്കുന്നത്. പക്ഷേ നാളെ തന്നെ ഈ സമർപ്പിച്ചിട്ടുള്ള ജാമ്യാപേക്ഷ പരിഗണിക്കാം കോടതി തീരുമാനിക്കുകയും ചെയ്തു. നാളെ ഇതേ കോടതിയിൽ തന്നെ റൂബിൻ ലാലിന്റെ ജാമ്യാപേക്ഷ പരിഗണനയ്ക്കെടുക്കും. എന്തായാലും പോലീസിനെയും വനം വകുപ്പിനെയും സംബന്ധിച്ചിടത്തോളം അവർ നടത്തിയ ഗൂഢാലോചന, വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ ചെന്ന മാധ്യമപ്രവർത്തകന് എതിരായ അവരുടെ ഗൂഢാലോചന, ആ ഗൂഢാലോചനയ്ക്കൊടുവിൽ നിലവിലിപ്പോൾ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കാനായി മാറ്റിയിരിക്കുന്നു. 7/6 വരെ റിമാൻഡ് ചെയ്തിരിക്കുന്നു റൂബിൻ ലാലിനെ. ശ്രീകാന്ത്, ഈ കസ്റ്റഡിയിലുണ്ടായ ദുരനുഭവങ്ങളൊക്കെ കോടതി മുൻപാകെ പറയാൻ റൂബിൻ ലാലിന് അവസരം കിട്ടിയോ ഇന്ന്? തീർച്ചയായും വിജയകുമാർ, ഇന്ന് കോടതി ഈ റൂബിൻ ലാലിനോട് എന്തെങ്കിലും പറയാനുണ്ടോ, അത് പോലീസിന്റെ ഭാഗത്തുനിന്നും എന്തെങ്കിലും ഉപദ്രവമുണ്ടായോ എന്ന് ചോദിക്കുകയുണ്ടായി. ആ ഘട്ടത്തിൽ തന്നെ പോലീസ് ഉപദ്രവിച്ചു എന്ന് റൂബിൻ ലാൽ പറയുകയും ചെയ്തു. തുടർന്ന് റൂബിൻ ലാലിന്റെ മൊഴിയെടുക്കാൻ കോടതി ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. മൊഴിയെടുക്കുന്ന നടപടികൾക്കായി ഇപ്പോൾ റൂബിൻ ലാലിനെ കോടതിയിൽ തന്നെ നിർത്തിയിട്ടുണ്ട്. ഈ മൊഴിയെടുത്തതിന് ശേഷമായിരിക്കും ഇരിങ്ങാലക്കുട സബ് ജയിലിലേക്ക് മാറ്റുന്നത്. നിലവിൽ പോലീസ് ഉപദ്രവിച്ച കാര്യം കോടതി മുൻപാകെ റൂബിൻ ലാൽ അറിയിച്ചു. അത് മൊഴിയായി രേഖപ്പെടുത്താൻ കോടതി, ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പറയുകയും ചെയ്തിട്ടുണ്ട്. വിജയകുമാർ. ശ്രീകാന്ത്, ഇതിൽ നമുക്കറിയാം അറസ്റ്റിന്റെ സ്വാഭാവിക ചട്ടങ്ങളുണ്ട്. സുപ്രീം കോടതി അക്കാര്യത്തിൽ ചില ഗൈഡ് ലൈൻസുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് കാലാകാലങ്ങളായി കോടതി അതിങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് പരമോന്നത കോടതികൾ ചെയ്യുന്നത്. ഇവിടെ അത് മുഴുവൻ ലംഘിച്ചാണ് അർദ്ധരാത്രി ഏതോ ഒരു കൊടും കുറ്റവാളി എന്ന മട്ടിൽ ഇദ്ദേഹത്തെ വീട് വളഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്ത് ഏതാണ്ട് ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. അതും കുടുംബാംഗങ്ങളുടെയൊക്കെ മുന്നിൽ വെച്ച് പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ അവിടെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഏറെക്കുറെ വിവസ്ത്രനാക്കപ്പെട്ട് നിർത്തുകയും മണിക്കൂറുകളോളം ആ രീതിയിൽ ക്രൂരമായി ചോദ്യം ചെയ്യലിന് വിധേയനാവുകയും ചെയ്തു വന്നിട്ടുണ്ട്. അത് കോടതി മുൻപാകെ പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മൊഴി രേഖപ്പെടുത്താൻ മജിസ്ട്രേറ്റ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ റൂബിൻ ലാൽ കോടതിയിൽ പറഞ്ഞ ഈ പോലീസിനെതിരായ പരാതിയിൽ കോടതി മൊഴി രേഖപ്പെടുത്തി തുടർ നടപടിയിലേക്ക് കടക്കുന്നു എന്ന് വേണം നമ്മൾ ഈ ഘട്ടത്തിൽ കരുതാൻ, അല്ലേ?
ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. അതായത് വിജയകുമാർ ഇന്ന് ലോക്കപ്പിൽ വെച്ച് തന്നെ ഉപദ്രവിച്ചു, വീട്ടിൽ നിന്നും കൊണ്ടുപോകുമ്പോൾ തന്നെ ഉപദ്രവിച്ചു, തൻ്റെ കഴുത്തിന് പിടിച്ച് ഞെക്കി എന്ന കാര്യം തന്നെ അസഭ്യം പറഞ്ഞു തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ കോടതി മുമ്പാകെ എന്തായാലും റുബിൻ ലാലിന് പറയാൻ കാണും. കാരണം നേരത്തെ തന്നെ റുബിൻ ലാൽ സ്റ്റേഷനിൽ നിന്നും കോടതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇക്കാര്യം വിളിച്ചു പറയുകയും ചെയ്തിരുന്നു, ഇക്കാര്യത്തിൽ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. അതെല്ലാം തന്നെ കോടതിയിൽ മൊഴിയായി എഴുതി നൽകും. ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും നടന്ന ചട്ടലംഘനം, ക്രൂരത, അക്രമം അതെന്തായാലും കോടതി രേഖപ്പെടുത്തും. യെസ്, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. റിമാൻഡ് ചെയ്തു കോടതി മുറിയിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥർ അവർ കസ്റ്റഡിയിൽ പീഡിപ്പിച്ചതിന്റെ വിവരങ്ങൾ റുബിൻ ലാൽ പറഞ്ഞിട്ടുണ്ട്. അത് മൊഴിയായി രേഖപ്പെടുത്താൻ കോടതി തീരുമാനിക്കുകയും ചെയ്തു. അത് ഗൗരവമുള്ള ഒരു കോടതി നടപടിയിലേക്ക് കടക്കുന്നു എന്ന സൂചനയാണ് വരുന്നത്. നാളെ അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. പോലീസിനെതിരെ, ആഭ്യന്തര വകുപ്പിനെതിരെ വലിയ വിമർശനം പ്രതിപക്ഷം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അതിന്റെ തുടർ വാർത്തകൾ, തുടർ പ്രതികരണങ്ങൾ അടുത്ത മണിക്കൂറുകളിലും ഉണ്ടാകും. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുകയാണ്.